ഇത് അഹുജൻ്റെ ഒരു SSB 120. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് ഇങ്ങനെ അടിച്ചു പോയി, പിന്നെ ഒരു ബോക്സ് അടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു വരിക. അപ്പോൾ ഞാൻ ചെന്ന് പിന്നെ ഒരാൾ വന്ന് ഫ്യൂസ് ഇട്ട്, പിന്നെ ഫ്യൂസ് പോയില്ല, പിന്നെ സ്പീക്കർ ഇങ്ങനെ കൊടുക്കുന്നത് അടിച്ചു പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അയച്ചു നോക്കുമ്പോൾ ഫ്യൂസ് 110 kV ലൈനിൽ ലൈൻമാൻമാർ പിരിച്ചിടണ പോലെ നല്ല കാനത്തിൽ മൂപ്പരിട്ട് കൊടുത്തിട്ടുണ്ട്. സംഭവം കംപ്ലൈൻറ്റ് സിമ്പിൾ കംപ്ലൈൻ്റ് ആയിരുന്നു. സംഭവം ഇതിൽ 2 കപ്പാസിറ്റർ ഇല്ലേ, ഇതിൽ ഒരു കപ്പാസിറ്റർ ഷോർട്ടാണ്. അപൂർവം അങ്ങനെ സംഭവിക്കലുള്ളൂ. അപ്പോൾ ഞാനത് മാറ്റിയിട്ടിട്ടുണ്ട്. ഞാനത് വീഡിയോ എടുത്തിട്ട് ഫ്യൂസ് മാറ്റിയിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ഷോർട്ടായതാണ്. അപൂർവങ്ങളിൽ അപൂർവ കപ്പാസിറ്റർ ഷോർട്ടാവലുള്ളൂ. ആ ഒരു സംഭവം വന്നതുകൊണ്ടാണ്. ഇത് 2 ഉണ്ടായതുകൊണ്ട്, പാരലൽ ചെയ്തിട്ട് 2 ഉണ്ടായതുകൊണ്ട് ഫ്യൂസ് കൂട്ടിയിട്ടപ്പോൾ ഒന്നിൻ്റെ അവിടെ നിന്ന് ഒന്ന് വർക്ക് ചെയ്ത് മാച്ചിങ് ട്രാൻസ്ഫോമറിൻ്റെ കൂടി കയറിയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പീക്കർ ഇങ്ങനെ പോവുക. 3-4 പ്രാവശ്യം ഒരു സ്പീക്കർ മാറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ മുറിവൈദ്യന്മാരെ കൊണ്ടുള്ള ഉപകാരങ്ങൾ. ആ പാവങ്ങളെ കുറേ പൈസ സ്പീക്കർ മാറ്റിയാണ് പോയി കിട്ടി. മൂപ്പര് വരും, പീസിടും, പിന്നെയും പോവും. അങ്ങനെ ലാസ്റ്റ് മൂപ്പര് ഒരു സൈ കെട്ടപ്പോഴേ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. പിരിച്ചിട്ട് അങ്ങോട്ട് അടിപൊളിയായിട്ട് ഇട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരം ചെയ്യാതിരിക്കട്ടോ. ഞാനിതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫ്യൂസ് പോകാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആരും ദയവ് ചെയ്തിട്ട് ഇതൊക്കെ ഒരു 10 ആമ്പിയർ ഫ്യൂസ് ഇടേണ്ടതാണ് മാക്സിമം പോയാൽ. കാരണം ഇതാകെ 120 എന്ന് പറയുമ്പോൾ അതാകെ ഒരു 70 വാട്ട്സ് 80 വാട്ട് 60 വാട്ട്സ് ഇത് RMS ഔട്ടുള്ളൂ ഈ ചെറിയ ആമ്പ്. അപ്പോൾ ഓക്കെ, ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ വരാം.